അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് പുത്തൻ വീട് തറവാട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. സർപ്രൈസായിട്ട് മെസ്സിരിയും ഉസ്താദും വന്നപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത എന്തെന്നില്ലാത്ത സന്തോഷം. ഐഷമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ആഹ്ലാദമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ നവാസ് മാത്രമില്ലാത്തതിൻ്റെ ചെറിയൊരു വേദന ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു ഐഷമ്മ. അൽഹംദുലില്ലാ, റാഹത്തായി. ഏതായാലും ഞാൻ വിചാരിച്ച മാതിരിയൊക്കെ നടന്നിക്കണ്, ഒക്കെ സംഭവിച്ചേക്കണ്. പടച്ച റബ്ബേ, നീ തന്നെയാണ് ഏറ്റവും വലിയവൻ. ഞാൻ എൻ്റെ മനസ്സിലെങ്ങനെ വിചാരിച്ചു, റബ്ബേ മുഹറം 10 നല്ല മട്ടത്തിന് നല്ല രീതിയിൽ റാഹത്തോടു കൂടിയിട്ട് കഴിഞ്ഞു കൂടുക, എല്ലാവരും വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ ഉള്ളത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ. പടച്ചോനെ, വല്ലാത്തൊരു സമാധാനം. അങ്ങനെ അതാ എല്ലാവരും പിരിഞ്ഞു തുടങ്ങി. പതിവ് പോലെ തന്നെ അതാ നമ്മുടെ ഐഷമ്മയുടെ സ്ഥിര പരിപാടി തുടങ്ങി എന്ന് തന്നെ പറയാം. എല്ലാവരുടെയും കയ്യിൽ നോട്ടുകൾ കൊടുക്കുന്ന ആ പരിപാടി, അത് എല്ലാവർക്കും ഒരു സന്തോഷവുമാണ്. പുത്തൻ വീട്ടിലെത്തുമ്പോഴേ എന്തെന്നറിയില്ല, എന്തായാലും ആർക്കൊക്കെ ആയാലും ഒരു കൈനീട്ടം കിട്ടും എന്നതുള്ളതും ഷുവറാണ്. സത്യം പറഞ്ഞാൽ അത് അവർക്ക് വല്ലാത്തൊരു മനസ്സമാധാനം കൂടിയാണ്. എന്നാൽ എല്ലാവരോടുമായിട്ട് അതാ ഉമ്മ പറഞ്ഞു, പൊന്നാര മക്കളെ ആരും പോകണ്ട, ഇവിടെ ഉള്ള സ്ഥലത്തൊക്കെ കണ്ട് കിടന്നോളി, ഡൈനിങ് ഹാളിലൊക്കെ നിരത്തിയാണ്ട് പായിടാം, എന്തേ പോരാത്തിന് മേരിൽ റൂമുണ്ട്. ശരിക്കും ഉമ്മ അത് പറഞ്ഞപ്പോൾ ഷമ്മാസ് ഉമ്മയെ നോക്കി. കാരണം ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒന്നായിട്ട് ഉമ്മ അല്ല മോനെ, നമുക്കതൊക്കെ ഒരു തൃപ്തിയുള്ള കാര്യമല്ലേ, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ഉമ്മാൻ്റെ കുട്ടിയെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവർക്കൊക്കെ കുട്ടി ആ ഭക്ഷണമൊക്കെ ബാക്കിയുള്ളവന് കൊടുത്തയച്ചക്കി കേട്ടാ. എല്ലാം ഉണ്ടാവുമല്ലോ, ബിരിയാണി ഉണ്ടാവും, പത്തിരിയും പൊറാട്ടയും അതും ഉണ്ടാവും, എല്ലാ പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും കണ്ട് പോണോരെടുത്ത് കണ്ട് കൊടുത്താൾ കേട്ടാ. ഇവിടെ വെച്ചാഞ്ഞിപ്പോൾ അതുകൊണ്ട് ബാക്കിയാലേക്കാരം. അങ്ങനെ അതാ സത്താറും ഭാര്യയും പോകുന്നതിന് മുമ്പായിട്ട് സത്താറിൻ്റെ ഭാര്യ കുറേ പാത്രങ്ങളൊക്കെ കഴുകുവാൻ വേണ്ടി സഹായിച്ചു. എന്നാൽ ഉമ്മ പറഞ്ഞു, പോണോലൊക്കെ പോയിക്കോളി, അതിവിടെ ഞാൻ പാത്രം കഴുകാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് 2-3-4 ആൾക്കാരെ ഇവിടെ നിർത്തിക്കണ് പൈസ കൊടുത്ത്, ഓലതൊക്കെ ചെയ്തോളും, നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ ഒരിക്കൽ പോലും ഇങ്ങനെ ഇവിടെ നോമ്പ് തുറക്കാൻ വന്നുകാണ്ട് ഇവിടെ നിങ്ങൾ പാത്രം കഴുകാൻ നിൽക്കണം എനിക്ക് ഇഷ്ടമില്ല. സത്താറിൻ്റെ ഭാര്യയുടെ കൈകളിൽ പൈസ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു, എന്തോ ഉമ്മ, ഞങ്ങൾ ഒരിക്കൽ പോലും ഞാനിത് വാങ്ങുന്നില്ലമ്മ, ഇതെനിക്ക് വേണ്ട ഉമ്മ. അല്ലടി, ഓനിപ്പോൾ പണിയും കാറുകാരൊക്കെ ഞായിട്ട് വേണം. ഇപ്പോഴത്തെ സ്ഥിതി എന്താ എനിക്ക് നന്നായിട്ട് അറിയാം. ജയിലിൽ നിന്നൊക്കെ വന്നതൊക്കെ അല്ലേ, ഇനിയിപ്പോൾ ഓനൊരു പണി ഇതൊക്കെ റെഡി ആയിട്ടൊക്കെ മാണ്ടേ. അപ്പോത്തിന് എന്നാ ഇത് കൈ പിടിച്ചോളി. കുട്ടികളുടെ കൈകളിലും അതാ നോട്ടുകൾ കൊടുത്തു. എന്നാൽ ഇതാ സൗദയുടെ അനിയത്തിമാരുടെ കൈകളിലും ഉമ്മ ക്യാഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹഫ്സ പറഞ്ഞു, ഉമ്മ അതൊന്നും വേണ്ട ഉമ്മ. അല്ല മോളെ, അറ്റങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാലോ. എന്നാ എല്ലാവരുടെ കയ്യിലും പൈസ കൊടുക്കുമ്പോൾ ആ കുട്ടികൾ ഐഷമ്മയെ നോക്കുന്നു. എന്നാൽ ഹഫ്സ അത് വിലക്കുന്നുണ്ടായിരുന്നു. വേണ്ടുമ്മ, നിങ്ങൾ നല്ലോണം അത്യാവശ്യം എപ്പോഴും ഞങ്ങൾക്ക് തരലുണ്ട്, കാര്യമായിട്ട് നിങ്ങളെ പൈസ കൊണ്ടനല്ലേ ഞങ്ങൾ കഴിയണത്, ഇനിയിപ്പോൾ അതിൻ്റെ മേലൊരു സഹായമൊന്നും വേണ്ടമ്മ എന്ന് ഹഫ്സ പറയുമ്പോൾ ശരിക്കും ഐഷമ്മ പറഞ്ഞു, എൻ്റെ പെണ്ണേ, ഏതായാലും ഇടി എന്നെ കാണാൻ എനിക്കൊരു പൂതിയാണ് കേട്ടോ. എന്നാലും ഇജ്ജ് വന്നല്ലോ, എനിക്ക് സമാധാനമായി, എനിക്ക് സന്തോഷമായി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. എടി, ഏതായാലും സൗദൻ്റെ ഉപ്പാക്ക് പറ്റിയൊരു കൂട്ടുജനാണ്. ആ മനുഷ്യൻ കുറേ ഇടങ്ങാറായില്ലേ. അതിൻ്റെ റബ്ബേ, ഏതായാലും പടച്ചോനായിട്ടാണ് അന്നെ ഇറക്കി തന്നത് ഉമ്മ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല ഉമ്മ. പിന്നെ അതുമല്ല, പിന്നെ ഉമ്മ ഇവിടെ കുഞ്ഞിക്കതിയ താത്ത ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് ഒക്കെ അറിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥകളൊക്കെ. എൻ്റെ ഉപ്പാൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇത്. പിന്നെ എൻ്റെ പിതാവ് മരിച്ചപ്പോൾ എന്നെ കൂടെ കൂട്ടിയതാണ്. അന്നൊന്നും ഭാര്യയും മക്കളും ഉള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നീടാണ് മോളെ ഭാര്യ മക്കളുണ്ടെന്ന് വിചാരിച്ച് കാണും മൂപ്പര് ഓല നിന്നിട്ടുണ്ടാവും കുറച്ചൊക്കെ. പക്ഷെ പിന്നെ ഇപ്പോൾ മൂപ്പത്തിയർക്ക് പറ്റാതായിട്ടുണ്ടാവും. അങ്ങനെ ആയപ്പോൾ എന്താ ചെയ്യുക. ഞാനൊരിക്കലും കരുതിക്കൂട്ട. അതിനെന്താ മോളെ, നല്ല കാര്യം തന്നെ അല്ലേ. എന്നാലും അൽഹംദുലില്ലാ, എൻ്റെ സ്വാലിഹായ മക്കളൊക്കെ ഈ മട്ടത്തിന് വളർത്തുന്നു, മറ്റോലെ മക്കളെ വളർത്തുന്നു. ഇജിപ്പോൾ 5 മക്കൾ ഒരുപോലെ വളർത്തുന്നില്ലേ ഉമ്മ. അതിനെന്താ കുഴപ്പമില്ല, ഒക്കെ എൻ്റെ മക്കൾ തന്നെയല്ലേ, ഭർത്താവിൻ്റെ മക്കൾ എൻ്റെയും കൂടി മക്കളല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മോളെ, നിൻ്റെ മനസ്സ് അതുതന്നെ ഏറ്റവും വലുത്. നിൻ്റെ ആ നല്ല മനസ്സ്, നിൻ്റെ ആ സന്മനസ്സ് പടച്ച റബ്ബ് ഏതായാലും
നല്ല രീതിയിലാക്കി തരട്ടെ. അങ്ങനെ അത് ഹഫ്സയെ വിളിക്കുന്നു സൗദിയുടെ ഉപ്പ അബൂബക്കർക്ക. ഹഫ്സ, നമുക്ക് പോവാലോ? ആ ഇക്ക ഇപ്പം വരാം. ഇനി നിങ്ങളൊരു ദിവസം വരി കേട്ടോ. നിൽക്കാനൊക്കെ ഒരു ദിവസം വരി. ആ വരണ്ട്, ഞങ്ങൾ 4-5 മക്കളെയും കൊണ്ട് വരണ്ട് ഒരു ദിവസം. ഉപ്പ പറയുന്നു, അല്ല സൗദനെ കണ്ടിരല്ലോ, ഓളുണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയതുമില്ല, ഒന്ന് വിളിക്കുവോ എൻ്റെ മോളെ? എന്നാൽ അതാ സൗദിയെ ഉമ്മ വിളിക്കാൻ പോകുന്നു. സൗദ, 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 വാതിൽ കുറ്റിയിട്ടേക്കണോ? കുട്ടിക്കിത് വല്ലാത്തൊരു എന്താണ്? പൊന്നാര മോള, എൻ്റെ ഉപ്പ അതാ വിളിക്കണം. ഉപ്പ എന്നെ കാത്തിക്കണ്ട്. പോകുമ്പോഴെങ്കിലും ചെന്ന് കണ്ടൂടെ എനിക്ക് അതിൻ്റെ കണ്ണും മോറുന്ന്. അത് എത്ര ദയനീയമായാണ് എന്നെ വിളിക്കണത്. ചെല്ല്, എന്നെ വിളിക്കണ്, ഒന്ന് പോയി നോക്ക്. ചെല്ല് സൗദ. ഉമ്മാക്ക് എന്തിൻ്റെ കിടപ്പാനോട് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല, എന്താന്നില്ല. ഞാൻ അങ്ങനെ സുഖമില്ലാതെ അവിടെ എന്തിനും നടന്ന് എല്ലാവരും കാണാൻ നടക്കുക. ഇങ്ങോട്ട് വന്നൂടെ ഉപ്പാക്ക് കാണാൻ. എന്നാൽ ഐഷുമ്മാക്കത് കേട്ടപ്പോൾ, എൻ്റെ പൊന്നാര സൗദ, 2 അടി നടന്നു കണ്ട് ആ കൊലായിൻ്റെ അടുക്കൊന്ന് ചെന്നാൽ എനിക്കിപ്പോൾ എന്താ എൻ്റെ കാലം കാണും തെയ്യോ? ഒന്നുമില്ല, എൻ്റെ ബാപ്പല്ലേ, പോന്നാ എന്നെ കൊണ്ട് വയ്യ. അവൾ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞവൾ ഉപ്പ അത് അകത്തേക്ക് വരുന്നു. മോളെ സൗദ, മോളെ. ആ എന്തപ്പാ? ഉപ്പാൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങോട്ട് പോരണം നിൽക്കാൻ. ഇജ്ബലെങ്ങനെ ഇടങ്ങാറാക്കല്ല കേട്ടോ. പാവാണ് ഇബൽ, ഈ കുട്ടികളെയും മക്കളെ കയറ്റി എല്ലാവരും അങ്ങോട്ട് പോര്, അതായിരിക്കും നല്ലത്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, എൻ്റെ പൊന്നാര കാക്ക, ഓളിപ്പോൾ അങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി ഇപ്പം എന്താ? അവിടെ ബുദ്ധിമുട്ടന്നല്ലേ, ഇവിടെ തന്നെ നിന്നോട്ടെ. അല്ല, ഇങ്ങളെ ബുദ്ധിമുട്ടാക്കി ഇങ്ങനെ നിർത്തുന്നതിന് ഇപ്പം എന്താ ഒരു അർത്ഥം? അല്ലെങ്കിൽ ഓൾക്ക് നല്ലൊരു സ്വഭാവം ഇതുണ്ടെങ്കിലും അതുമല്ല, ഓളെ ആരോഗ്യമൊക്കെ ഓക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ഓളിങ്ങനെ വെജാതെ കിടക്കുമ്പോൾ നിങ്ങൾ നോക്കി മടുക്കുമല്ലോ. എങ്ങനെയാണെങ്കിൽ കുട്ടീനെ പോലും ഓൾ നോക്കണില്ല എന്നല്ലേ പറഞ്ഞേട്ടത്. ആ ഒന്നും സാരമില്ല, അതങ്ങനെ കഴിഞ്ഞ് പോയിക്കോളും. അല്ല അപ്പം എന്ത് പറയാനാ? മോളേജ് പോരണോ? എൻ്റെ പൊന്നാരപ്പ, ഞാനില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടുത്തെ സുഖം സൗകര്യം എവിടെയും കിട്ടുമോ? എന്നാൽ നല്ല മട്ടത്തിൽ നിന്നോളൂ. ഒന്നും നീച്ച് നടന്നു കാണ്ട് പണിയൊക്കെ ഒന്നും എടുക്കാൻ സഹായിച്ചോളൂ. എല്ലാത്തിനും ഓരോ കാക്കണ്ടല്ലോ എന്നാൽ തന്നെയല്ലേ തടിക്കൊരു അയവുണ്ടാവുള്ളൂ. മറ്റേത് ഈ ഒരു കെടുത്തിങ്ങനെ ആയിക്കഴിഞ്ഞാലേ അതിപ്പോൾ എന്തായി തീരും? കിടന്നാണ് മടുക്കലേക്കാരം. പിന്നെ കിടന്ന് വേറെ വല്ല അസുഖം വന്നാൽ അതും സഹിക്കേണ്ടി വരും. ഇജ്ജ് പോരുന്നുണ്ടോ? ആ ഉപ്പ വീണ്ടും സൗദിയെ വിളിക്കുന്നു. ഇല്ലപ്പോൾ ഉപ്പ പൊയ്ക്കോളി, ഞാനില്ല. എന്നാൽ അനിയത്തിമാരൊക്കെ വന്ന് ഒന്നുകൂടെ യാത്ര പറഞ്ഞു. താത്ത പോട്ടെ, പൊയ്ക്കോളി, വേഗം വിട്ടോളി. ഇനിയിപ്പോൾ നിങ്ങളും കൂടെ ഇവിടെ നോക്കേണ്ടി ഉള്ളൂ. എന്നാൽ അത് ഐഷുമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടെ നിന്നോളി, ഇത്താത്താൻ്റെ അടുത്ത് കുറച്ച് ദിവസേ ഇവിടെ നിന്നോളി, അതിനിപ്പോൾ എന്താ? എന്നാൽ സൗദ പറഞ്ഞു, ഉമ്മ എല്ലാവരും പറഞ്ഞയച്ചാണ്, ആരും ഇങ്ങോട്ട് കയറ്റണ്ട. എന്തിനിങ്ങോട്ട് കയറ്റണത്? എന്ത് കാര്യത്തിനാ? ഒരു ഇതിനും കയറ്റന്നെ വേണ്ട പറഞ്ഞയച്ചാണി. ഇനിയിപ്പോൾ ഓലയും കൂടി എനിക്ക് എൻ്റെ കുട്ടീനെ തന്നെ നോക്കാൻ കഴിയണില്ല, എന്നിട്ടല്ലേ പോലെ. എന്നാൽ ആ അനിയത്തിമാർക്ക് വല്ലാത്ത മുഖമായി. എന്നാൽ ഉമ്മ പറഞ്ഞു, പൊന്നു മക്കളെ നിങ്ങൾ നിൽക്കണേ നിന്നോളി, ഞാൻ നോക്കിക്കൊണ്ട് ഇവിടെ ഏതായാലും വെച്ചുണ്ടാക്കും, നിങ്ങൾക്ക് 2 ദിവസം നിന്നിട്ട് പോകാം. എന്നാൽ സൗദ സമ്മതിച്ചില്ല. എന്നാൽ അത് കേട്ടുകൊണ്ട് അതാ ഹഫ്സ വരുന്നു. ഉമ്മ വേണ്ട, ഞാൻ കൊണ്ടേക്കോളെ കുട്ടികളൊക്കെ, ആരും നിർത്തണ്ട, ഇവിടെ പാവല്ലേ, അവരുടെ ഉമ്മ ഇവിടെ ഇല്ല വിചാരിച്ചിട്ട് ഞാനൊരു നോക്കാനിട്ടില്ല. അത് ഹഫ്സ 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഐഷുമ്മയുടെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് സങ്കടപ്പെട്ടു. മോളെ, അനക്ക് പഠിച്ചോൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും, നീ നല്ലോണം നോക്കിക്കോ ഓല കേട്ടോ, നല്ല നോക്കിക്കോ. ഏതായാലും ഇമ്മ ആ കോലം കൂലൊക്കെ കാട്ടിക്കൂട്ടിയ കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ ഇമ്മാരില്ലാത്ത കുട്ടികളെ പോലെ തന്നെ ഇജ്ജ് നോക്കിക്കാനുള്ള കൂലി എനിക്ക് കിട്ടും. സന്തോഷത്തോട് സമാധാനത്തോടെ ഐഷും അത് പറഞ്ഞപ്പോൾ ഹഫ്സ പറഞ്ഞു, ഉമ്മ നിങ്ങളെപ്പോലത്തെ ഒരു ഉമ്മാൻ എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എനിക്ക് ഉമ്മയും ഉപ്പയും ആരുമില്ല, ശരിയാണ്, എന്നാലും നിങ്ങളെ സ്നേഹം കാണുമ്പോഴെനിക്ക് വല്ലാതെ അങ്ങോട്ട് ഹൃദയം പൊട്ടിപ്പോവാണ്. മോളെ, എന്നും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ആയിക്കോട്ടെ ഉമ്മ, എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ അതാ സൗദിയുടെ ഉപ്പയും മക്കളും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അതിനിടയിൽ ഷമ്മാസ് ഉപ്പയെ വിളിച്ചു. ഉപ്പാ, ഞാനങ്ങനെ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു, അല്ല നവാസ് എന്തിയ ബിസിനസ്സിന് പോയതാണോ? എന്തിയ പോന് ഇങ്ങനൊരു ബിസിനസ്? ഉപ്പ, അത് വരും, കുറച്ച് ദിവസം കഴിഞ്ഞാലൊക്കെ വരും ഇൻഷാ അല്ലാ. അല്ല എന്നാലും ബിസിനസ് പോന് എമ്പാടുമില്ല അവിടെ. അവിടെ അവൾക്ക് ഗൾഫിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്, അതുകൊണ്ടല്ലേ പോനാ പെരയും കുടിയും ആ സ്ഥലമൊക്കെ വാങ്ങി കാറൊക്കെ വാങ്ങി നല്ല മട്ടത്തിലായത്. അവൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഇപ്പോൾ ബോംബെയിൽ എന്ത് ബിസിനസ്സാണുള്ളത്?
അതിൻ്റെ ആവശ്യപ്പുണ്ടോ? ഉപ്പയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഷമ്മാസ് വിചാരിക്കുകയാണ്, പഠിച്ചവനെ ഞാനിപ്പോൾ എന്ത് ചെയ്യാം, ഒരിക്കലും ഞാനല്ലല്ലോ ഇതിനുത്തരം പറയേണ്ടത്. ഷമ്മാസ് പറഞ്ഞു, എന്ത് പറയണം പഠിച്ചവനെ, കളവ് പറയാനും വയ്യ, എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല. ഉപ്പ എന്നാൽ ഞാൻ കൊണ്ട് വരട്ടെ ഒരു ദിവസം, എന്നായിക്കോട്ടെ. അത് ഉപ്പ ഇത് കൊണ്ടുപോകണില്ലേ, ഉമ്മ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ കയറിക്കോളി വണ്ടിയിൽ. ഷമ്മാസ് അവരുമായി കാറിൽ കയറി. മോനക്കൊരു ബുദ്ധിമുട്ടായില്ലേ, ഇവിടുത്തെ പരിപാടിൻ്റെ ഇടയിലും ഞങ്ങളെ കൊണ്ടാക്കലും കൊണ്ടുവരലും എല്ലാം കൂടിയൊക്കെ ആയിട്ട്. ഉപ്പ എന്ത് ബുദ്ധിമുട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മോനെ സൗദക്ക് സുഖമില്ലെങ്കിൽ ഞങ്ങളോളെ കൊടന്നോളം അങ്ങോട്ട്, അല്ലാതെ ഇപ്പോൾ എന്തെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇടങ്ങാറാക്കാൻ. ഉപ്പ അതൊക്കെ ശരിയായിക്കോളും, ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു കുഞ്ഞുള്ളതല്ലേ, അതൊന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ അതിനെപ്പോലും നോക്കാനുള്ളൊരു അവർക്ക് റെഡി ആയിക്കോളും ഇൻഷാ അല്ലാ. ശരിക്കും ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് അവർക്ക് അല്പം ആശ്വാസം നൽകി. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഐഷുമ്മ നേരെ മിസിരിയുടെ അടുത്തേക്കാണ് ചെന്നത്. മിസിരിയെ, മോളെ ഏതായാലും ഡ്രസ്സ് നമുക്ക് മാറിയില്ലേ, മോളത്തെ റൂം പോയി കിടന്നു കേട്ടോ, അവിടെ റൂമുണ്ട് അതേപോലെ ഉണ്ട് കേട്ടോ, അവിടെ പോയി കിടന്നു കേട്ടോ. അതിനിടയിൽ അതാ സമീറയുടെ കാര്യവും ഉമ്മ നോക്കാൻ മറന്നില്ല. സമീറയുടെ കാര്യവും നോക്കുന്നു, അതുപോലെ തന്നെ നുസൈബയുടെ വീട്ടുകാരും എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ നുസൈബയുടെ ഉമ്മയെയും ഉപ്പയെയും അനിയത്തിമാരെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഐഷുമ്മ തിരിച്ചയച്ചു. എല്ലാവർക്കും ഒത്തിരി സന്തോഷവുമായി. അല്ലെങ്കിൽ പുത്തൻ വീട് തറവാട്ടിക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്, സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഭക്ഷണം തരലും അതൊക്കെ തന്നെ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലിയുള്ള സംഭവം തന്നെയാണ്. എന്നാൽ ഈ സമയം കുഞ്ഞു മിസിരി വന്ന ആ ഒരു സന്തോഷത്തിൽ അവൻ എന്തെന്നറിയില്ല, അവന് എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്ത വല്ലാത്തൊരു അനുഭൂതി അവന്. ഞാൻ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്താണ് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം കളിയാടി. എന്നാൽ അതിനിടയിൽ കുഞ്ഞു വിളിക്കുന്നു ഫസീലത്തെയും മക്കളെയും, ഇത്താ നമുക്ക് പോയാലോ, ഉപ്പാക്ക് ചിലപ്പോൾ നേരത്തെ കിടക്കേണ്ടി വരും, നമുക്ക് പോയാലോ. എന്നാൽ ഷമ്മാസ് കുഞ്ഞുവിൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു, കുഞ്ഞു എന്താടാ പോവാണോ, എന്താ നീ ഇത്ര പെട്ടെന്ന് പോകുന്നത്? അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇത്ര പെട്ടെന്നൊന്നും പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോയപ്പോരെ, എന്താ ഇപ്പോൾ ടെൻഷൻ, ഒന്നും ഇവിടെ നിന്നോളി, ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, റൂമുണ്ട് കിടക്കാനൊക്കെ, ഇന്നിവിടെ നിന്നോളിട്ടോ, ഒന്നും പോകണ്ട. എന്തേ? എന്നാൽ കുഞ്ഞു ഒന്നും മിണ്ടില്ല. എൻ്റെ പൊന്നു ഷാമോൻക്ക, നിങ്ങളെന്നെ വല്ലാതെ. അല്ലട കുഞ്ഞു, ഞാൻ കാര്യത്തിലാണ് പറയണത്, ഇനിയിപ്പോൾ എന്താടാ നീട്ടിടണോ? കാര്യങ്ങളൊക്കെ വേഗം സെറ്റാക്കല്ലേ. അത് ഷാമോൻക്ക, നവാസ്കൊക്കെ വന്നോട്ടെ എന്നിട്ട് മതി. നവാസ്ക്ക് എത്താഞ്ഞാൽ നവാസ്ക്ക് എന്നാൽ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളോട് പറഞ്ഞതാണ്, പാവം എന്താ അവസ്ഥ അല്ലേ നവാസ്ഖാൻ്റെ. കാറിലിടാൻ അധികം ദിവസമൊന്നുമില്ലല്ലോ, ഇനി പെട്ടെന്ന് നമുക്ക് എന്തായാലും തെളിവുകളും കാര്യങ്ങളും അവൾ പറഞ്ഞ റെക്കോർഡ് സഹിതം നമ്മുടെ നജീബ് സാറ് കൊണ്ടുപോയിട്ടുണ്ട്, വിഷമമൊന്നുമില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ജയിലിൽ നിന്ന് രാഹുൽ സാറ് നേരെ നജീബ് സാറിനെ വിളിക്കുന്നു. ഹലോ ഹലോ രാഹുൽ, പറയടാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് മറ്റേ ഉമ്മ വിളിച്ചിരുന്നു, എന്താ ഐഷുമ്മയോ എന്തിയോ പറഞ്ഞിരുന്നല്ലോ, നിനക്കോ? അതെ, ഈ നമ്പറിൽ നിന്ന് അവരുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നല്ലോ. അതുകൊണ്ടേ എന്നെ നേരിട്ട് വിളിച്ചു, മോനെ നവാസ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. സത്യം പറഞ്ഞാലേ ഞാനൊന്നും മിണ്ടിയില്ല, എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടോ, എൻ്റെ അമ്മ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. നേരെ ഞാൻ ഓടി കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അവിടെ കൂടുതലൊന്നും അലൗഡല്ലല്ലോ, അതൊക്കെ നമ്മൾക്ക് രഹസ്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ. അങ്ങനെ ഞാൻ കൊടുത്തപ്പോഴേ എന്തെന്നില്ലാത്ത സന്തോഷം. അവർ നോമ്പുകാരനായിരുന്നാ നോമ്പുകാരനായിരുന്നു, എന്താ നിസ്കരിക്കായിരുന്നെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാലേ ഞാൻ പറഞ്ഞു, നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം, ഒന്നും വിഷമിക്കേണ്ട. അവൻ പറഞ്ഞു വേണ്ട, വെള്ളം കുടിച്ച് നോമ്പ് തുറന്നുകൊണ്ട് പിന്നെ ഭക്ഷണം 8-8 ആവുമല്ലോ കഴിക്കാനേ, അപ്പം ഞാൻ ചോറ് കഴിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. ആണോ? എന്നിട്ടെന്താ, ഞാൻ എന്ത് ചെയ്തു, ഒരു 6-6:45 അല്ലേ ബാങ്ക് വരിക, ആ ഒരു സമയമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നോ, നല്ല ഫ്രഷ് ജ്യൂസും അതിലേക്കുള്ള സ്നാക്സും പിന്നെ ഫ്രൂട്ട്സും പിന്നെ എന്തോ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ തരി പോലത്തെ, ആ ഒരു സംഭവവും
അതൊക്കെ 2 ഐറ്റം ജ്യൂസും അതൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഒരു ബിരിയാണി. ഞാനത് വേഗം ഓർഡർ ചെയ്ത് എനിക്കിവിടെ എത്തിച്ചു, കറക്റ്റ് സമയത്ത് എത്തിച്ചു. ഒരു 5 മിനിറ്റ് മുമ്പാണ്. എന്നാൽ ഞാൻ അപ്പോഴേക്കും ഈ ഭക്ഷണവുമായി ഓടി നവാസിൻ്റെ അരികിലേക്ക്. ഓടിയപ്പോൾ ആ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പാവം. കാരണം ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി അവിടെ നിൽക്കുന്നൊരവസ്ഥയാണ്. കാരണം വേറൊന്നും ആ സമയത്ത് കിട്ടൂലല്ലോ. അതെ. എന്നിട്ട് ഞാൻ നവാസ്ക എന്ന് പറഞ്ഞ് ഞാൻ വേഗം വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കി. എൻ്റെ കയ്യിലുള്ള കവറ് കണ്ട അദ്ദേഹം എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞു. നോമ്പ് തുറന്നോളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ കരഞ്ഞു പോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നത്രേ. അദ്ദേഹം നോമ്പെടുത്തിരുന്നു പറഞ്ഞു. നവാസ് നോമ്പെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 8:30 ഭക്ഷണം കിട്ടുള്ളൂ, എന്നാലും വെള്ളമെങ്കിലും കുടിച്ചിട്ട് നല്ല പുണ്യമുള്ള നോമ്പാന്നൊക്കെ പറഞ്ഞത്. മുഹറത്തിലെ നോമ്പ് എല്ലായിടത്തും ഇവിടെ പൊതു അവധിയായിരുന്നല്ലോ. ഇവിടെ ഒരുപാട് ഓഫീസർമാരൊക്കെ പോയിരുന്നു പൊതു അവധി ആയതുകൊണ്ട്. എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നവാസ് കരഞ്ഞു പോയി. എനിക്ക് എങ്ങനെയാണിത് നിങ്ങൾക്ക് അറിഞ്ഞത് എനിക്ക് നോമ്പാണെന്നും അതുപോലെ ഞാൻ ഈ സമയത്താണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കരയുകയായിരുന്നു അവന്. ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. നോമ്പുകാരനായി ഇങ്ങനെ വിശന്നിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഫ്രൂട്ട്സും നമ്മൾ വെള്ളവും അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഒക്കെ കൊണ്ടുപോയി കൊടുത്തുമ്പോഴേ ആ ഒരു മുഖത്ത് കണ്ടൊരു തെളിച്ചുണ്ട്. സത്യം പറഞ്ഞാൽ നജീബ് സാർ, ഞാനത് നോക്കി നിന്നു. ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയമായപ്പോൾ ഞാൻ ആ ഒരു കാഴ്ച കണ്ടു. ജയിലിൽ നിന്ന് അവർ ആ ഒരു അത്രക്കും പ്രതീക്ഷയോടെ ആ നോമ്പ് തുറക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ വിചാരിച്ചും ചെയ്തു, ഇത്രക്കും പവിത്രമാക്കപ്പെട്ട നോമ്പ് ഇസ്ലാം ദീനിൽ തന്നെ മാത്രമേ ഉള്ളൂ അല്ലേ. ഞങ്ങളുടെ ഒന്നും അങ്ങനത്തെ നോമ്പും കാര്യങ്ങളൊന്നും അല്ലല്ലോ. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഫുൾ അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിയിൽ അവർ നോമ്പ് തുറക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയിട്ടോ. സത്യം പറഞ്ഞാൽ സത്യമതം എന്നുള്ളത് എനിക്കിങ്ങനെ തോന്നിപ്പോയി. കാരണം ഇത്രക്കും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ത്യാഗം സഹിക്കണത് അല്ലേ. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടി ഇത്രമാത്രം നമ്മൾ ത്യാഗം സഹിക്കുന്ന ആ ഒരു മതത്തിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വല്ലാത്തൊരു സന്തോഷം കേട്ടോ എനിക്ക്. ഏതായാലും റാഹത്തായി, എനിക്ക് സമാധാനമായി അതോടുകൂടെ. ശരിക്കും രാഹുലിൻ്റെ ആ ഒരു വാക്കുകൾ ശരിക്കും അതാ കേട്ട് നജീബ് സാറും ഞെട്ടിപ്പോയി. എടാ നവാസിന് ഭാഗ്യമുണ്ട്, ആരുടെയൊക്കെയോ പ്രാർത്ഥനയാണ്. പിന്നെന്ന് വെച്ചാൽ നിരപരാധിയല്ലേ, ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അതൊക്കെ കേട്ടപ്പോൾ. എന്നാൽ നജീബ് സാർ വളരെയധികം സന്തോഷത്തോടു കൂടി ഭാര്യയോട് ഇത് പറഞ്ഞു. ഷഹർബാൻ, നീ അറിഞ്ഞോ പെണ്ണേ? എന്തിക്കാ? അല്ലേ, നമ്മുടെ നവാസിന് നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സാർ എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞേ. ഓ മാഷാ അല്ലാ, ഏറ്റവും നല്ലത്. കാരണം നവാസ് പാവല്ലേ, നിരപരാധിയല്ലേ, പഠിച്ചവനായിട്ട് ഇറക്കി കൊടുക്കുകയായിരിക്കും. അതും ജയിലിൽ നിന്ന് വരെ സുന്നത്ത് നോമ്പ് പിടിക്കുക പറഞ്ഞാൽ എല്ലാവർക്കും റമദാനെ തന്നെ എടുക്കാൻ മടിയാണ്. റമദാനിൽ തന്നെ എത്രയോ കള്ളന്മാരുണ്ടാവും. പക്ഷേ സുന്നത്ത് നോമ്പ് പിടിച്ച് അവന് പഠിച്ചവനായിട്ടാണ്, ഗിഫ്റ്റായിട്ടാണ് നമ്മുടെ രാഹുൽ സാറിനെ ഇറക്കി തന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതേടി ശരിയാണ്. നമ്മുടെ യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലുവാനാണല്ലോ അള്ളാഹു കൽപ്പിച്ചത്. അതിനനുസരിച്ചാണല്ലോ അതേപോലെ ചൊല്ലുന്നുണ്ടാവും നവാസ്ക പാവാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് വിധിക്കപ്പെട്ടതായിരിക്കും. 10-14 ദിവസം ജയിൽ ജീവിതം. ഇനി എങ്ങനെയൊക്കെയാവോ, എല്ലാ തെളിവുകളും കൊടുത്താലും ചിലത് അങ്ങ് മാറി മറിയും. ഒക്കെ ഇനി പടച്ചോൻ്റെ അടുത്താണ്. അതൊക്കെ ഓരോ നബിമാരൊക്കെ ജയിലിൽ കിടന്നവരൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്ക് അവൻ്റെ എല്ലാ കാര്യം ഫയലുകളൊക്കെ സമർപ്പിച്ചില്ലേ, റെക്കോർഡിങ് സഹിതം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വക്കീലിൻ്റെ അടുത്ത്. ഒരു വക്കീലിനെ ഇറക്കിയിട്ടുണ്ട്, വക്കീലിൻ്റെ അടുത്ത് സമർപ്പിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാലേ അല്ലാതെ ശരിയാവില്ലേ, നമുക്ക് ഇനിയൊരു വക്കീൽ ഇല്ലാഞ്ഞാലും ശരിയാവില്ല. എനിക്ക് വിശ്വസ്തയായ ഒരു വക്കീലുണ്ട്, ആ വക്കീലിനെയാണ് ഞാൻ വിളിക്കുന്നത്. ആരാണ്? പെണ്ണാണോ? അതെ, ഒരു പെണ്ണാണ്. കാരണം ഒരുപാട് പാവങ്ങളുടെയൊക്കെ കേസ് വാദിച്ച പെണ്ണാണ്. അവൾ പണത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾക്ക് പണം കൊടുക്കാം, ഇവിടെ പണത്തിൻ്റെ കുറവില്ലല്ലോ. പക്ഷെ അവൾ സത്യസന്ധമായി എല്ലാം പറയും, ഒരു കളവും അതിൽ കൂട്ടിച്ചേർക്കില്ല. അങ്ങനെയുള്ള സ്വാലിഹത്തായൊരു പെണ്ണുകൂടിയാണ് അവൾ. ശരിക്കും നജീബ് സാറ് പറയുന്നത് കേട്ട് ഷഹർബാൻ ഞെട്ടി. അതേതാണ്? അതൊക്കെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എന്താ എൻ്റെ ഇക്കയുടെ കൂടെ പഠിച്ചതാണോ? അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. എന്നാലോ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചാലും കിട്ടും.
പക്ഷേ ഇവിടെയല്ല, കുറച്ച് അപ്പുറത്താണ് അവൾ താമസിക്കുന്നത്. ഇവിടെ അടുത്തൊന്നല്ല. അവൾക്ക് വരാൻ ബുദ്ധിമുട്ടാവുമോ നോക്കട്ടെ, ഞാൻ ചോദിച്ച് നോക്കട്ടെ ജസ്റ്റ് ഒന്ന്. എന്നിട്ടത് വിശദമായി എല്ലാം തെളിവടക്കം നമുക്ക് സമർപ്പിക്കണം കോടതി മുമ്പാകെ. എന്നിട്ട് അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. എന്നിട്ട് നവാസിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇക്ക, എന്തായാലും നമ്മളെ ആഗ്രഹമൊക്കെ നടക്കട്ടെ. പാവമാണ് നവാസ്കയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ. അതേടി, ശരിയാണ്. എന്നാൽ നവാസിൻ്റെ ആ ഒരു സന്തോഷ വാർത്ത അപ്പോൾ തന്നെ ഷമ്മാസിനെ നജീബ് സാറ് വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇന്നെന്താ ഇവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വരാൻ പറ്റായിട്ടല്ലേ. ശരിയാണ്, പിന്നെ അവൾക്ക് നോമ്പെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടി ആയിരുന്നു. ഓ, പിന്നെ ഞാനായിട്ടിപ്പോൾ വന്നിട്ട് ഓക്കെ കുഴപ്പമില്ല. അല്ല നജീബ് സാർ, എന്തൊക്കെ ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാലേ, നവാസിന് നല്ല നോമ്പായിരുന്നു. ആണോ? മാഷാ അല്ലാ. അല്ല, എൻ്റെ ഇക്ക അവിടെ നിന്ന് നോമ്പ് നോക്കിയിട്ട് എൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇതൊന്നും. എന്ത് കഴിക്കാനാ ജയിലിൽ നിന്ന്? ശരിക്കും ഷമ്മാസിന് വല്ലാത്തൊരു സങ്കടമായി. എന്നാൽ ആ നിമിഷം നജീബ് സാറ് പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, അത് വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് നോമ്പ് തുറക്കുമ്പോൾ. എങ്ങനെ? അതൊക്കെ ഉണ്ട് മോനെ, എൻ്റെ ഫ്രണ്ട് രാഹുൽ ആ ടൈമിന് എത്തിച്ചു കൊടുത്തു. സത്യം? എന്നാൽ ഷമ്മാസ് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. സത്യമാണോ പറയുന്നത്? അതെ, സത്യമായിട്ടും. ബിരിയാണിയായിട്ടും ഡ്രിങ്ക്സും ഫ്രൂട്ടും ജ്യൂസും എല്ലാം കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞു ആ ടൈമിന്. സത്യം പറഞ്ഞാൽ ഷമ്മാസ്, ഏതായാലും നജീബ് സാറേ, നിങ്ങളുടെ ഫ്രണ്ടൊക്കെ ഉണ്ടായതുകൊണ്ട് എൻ്റെ ഇക്കാക്ക് വല്ലാതെ അതൊക്കെ ശരി തന്നെടാ. ഒക്കെ അൽഹംദുലില്ലാ നല്ല റാഹത്തോടു കൂടി കഴിഞ്ഞിരിക്കണ്. പിന്നെ നമ്മുടെ നജീബ് സാറ് പറഞ്ഞൊരു കാര്യം, അപ്പുറത്തൊരു ഗ്യാങ്ങുണ്ട്, ഫുൾ മയക്കുമരുന്നിൻ്റെ ഗ്യാങ്ങാണ് അത്രേ. അവരിങ്ങനത്തെ കുറച്ച് നല്ല ആൾക്കാരൊക്കെ കണ്ടാൽ പിടിച്ച് അവർ ഇതിലാക്കി അതിൽ പെട്ടുപോകാൻ ഞാൻ രക്ഷപ്പെട്ടുന്നു. പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോലും ഒക്കെ കൂട്ടുണ്ടാവില്ല. കാരണം ഇത് എങ്ങനെയൊക്കെയോ അവിടെ എത്തിക്കുന്നുണ്ട്. ഏതൊക്കെ വഴി ജയിലിൽ ചാടിയിട്ടൊക്കെ എത്തിക്കണാവോ. അതിനൊക്കെ എത്ര ആളുകളുണ്ടാവും അവർക്ക്. അവിടെ പൊഞ്ഞിപ്പോൾ ഈ ഒരു അവിടുത്തെ പോലീസുമാർ തന്നെ അങ്ങനെ. ഇപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു കാര്യത്തിൽ നമ്മളെ പോലീസിനെ നിയോഗിച്ചില്ലേ, അതുപോലെ പല ക്രിമിനൽസും ഉണ്ട്. ഓൽക്കൊക്കെ എത്ര കൈക്കൂലി കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. മയക്കുമരുന്നായിട്ടും അതും ഇതും പാത്രത്തിൽ സാധാരണത്തെ രീതിയിൽ നമ്മൾ ഈ ജയിലിലേക്ക് സാധനങ്ങൾ വെള്ളം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ജയിലിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വരുന്ന വണ്ടി ഉണ്ടാവും. അതിലൊക്കെ ഓലൊരു ചാരം ഒരു ഡ്രൈവർമാർ ഉണ്ടാവും. ഡ്രൈവർമാരുടെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാളുണ്ടാവും. അവരുടെ അടുത്തൊക്കെ എല്ലാ സാധനവും ഉണ്ടാവില്ല. ഫോണ്, എത്ര ആൾ കോളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതൊന്നും നമ്മൾ ഒരിക്കലും പോലീസുമാരെ കണ്ണിലൊന്നും പെടൂല. അത്രക്കും രഹസ്യമായ രീതിയിലായിരിക്കും അതൊക്കെ സൂക്ഷിച്ച് വെക്കുക. അതൊക്കെ നല്ല സമ്പർക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുന്ന പല ആളുകൾക്കും ഒരിക്കൽ പോലും ആ ജയിലിൽ നിന്ന് തിരിച്ചു പോരാന്നൊരു ചിന്തയുണ്ടാവില്ല. കാരണം അവിടെ സുഖമാണ്, മയക്കുമരുന്ന് കാര്യങ്ങൾ, ഫുഡ്, വേറെ ചുറ്റുപാടൊന്നുമില്ലല്ലോ. പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എന്താ പറയുക, അവരൊക്കെ നല്ല ഹാപ്പിയിൽ കഴിയുന്ന ആൾക്കാരും ഉണ്ടാവും അവിടെ. ഇടയ്ക്കൊരു തല്ലും ഇതൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ നവാസ് ഖാനെ നമുക്ക് മെല്ലെ അങ്ങോട്ട് ഇറക്കി കൊണ്ടുവരണം. അതിന് ഇനിയവിടെ കൂടുതൽ വെക്കാൻ പറ്റൂല. എന്നാൽ ഷമ്മാസ് ചോദിച്ചു, അല്ല കുഞ്ഞിക്കതിയുടെ വർത്താനം എന്താവല്ലേ? കുഞ്ഞിക്കതിയോട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്തൊക്കെയാവും, അവിടെ ഉണ്ടാവും ഒരുപാട് പെണ്ണുങ്ങൾ, അവരുടെ ഇടയിലല്ലേ, എന്തൊക്കെയാ അവസ്ഥ ആവും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുണ്ടാവും അത്രേ. ചെറിയ കുട്ടികൾക്ക് അവിടേക്ക് അനുമതി ഉണ്ട് അത്രേ. ഇനിയിപ്പോൾ ഉമ്മമാരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ചെറിയ മക്കളൊക്കെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളടക്കമായിരിക്കും ജയിലിൽ. അവർക്ക് അവിടെ കളിക്കാനും ഇതിനൊക്കെയുള്ള സെറ്റപ്പ് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഉണ്ടോ എനിക്കറിയില്ല. അവർക്ക് അവിടെ ഇതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ജയിലിനകമെന്ന് പറഞ്ഞാൽ ഒരു ലോകമാണ്. പടച്ച റബ്ബ് കാക്കട്ടെ. പക്ഷേ സുഖം എങ്ങനെയെങ്കിലും ജീവിക്കണവർക്ക് അവിടെ അങ്ങനെയും ജീവിക്കാം. ഈ നിരപരാധികളായ പാവങ്ങളായ ഒന്നും അറിയാത്ത ആളുകളാണ് കഷ്ടപ്പെടുക. ബാക്കിയുള്ള എല്ലാ ബിരുദന്മാരും അതവർക്കൊരു വിഷയമേ ആവില്ല. ഏതായാലും പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. ശരിക്കും നജീബ് സാറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ പാവൻ്റെ നവാസ്ക്ക് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഒന്നും ചെയ്യാതെ ഇത്രമാത്രം ഇടങ്ങാറ്. ഏതായാലും ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാഞ്ഞാൽ മതിയായിരുന്നു. അല്ലാ, നവാസ് ജയിലിലായതിനെ തുടർന്ന് ഷമ്മാസിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. ഉമ്മയോടൊരു വാക്കുപോലും പറയാനും പറ്റിയിട്ടില്ല. ആരാ മോനെ വിളിക്കുന്നത്? ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അതും ആരാടാ? എന്താ ജയിലിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? പെട്ടെന്ന് അതാ ഷമ്മാസിൻ്റെ പിന്നിലൂടെ ഉമ്മ വരുന്നുണ്ടായിരുന്നു. ആരാടാ ജയിലിലെ? ആരാണ് ജയിലിൻ്റെ കാര്യം പറയണത്?
ഉമ്മ അതേ അത് നജീബ് സാറ് പറയേ ഓരോ കാര്യം കുഞ്ഞിക്കതിയാനെ കുറിച്ച് അത് ശരി എന്താന്നാവല്ലേ വർത്താനം എന്നിട്ട് ഇറക്കി വിട്ടാൽ മതിയേനു. ഇനി തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാതെ നല്ല മട്ടത്തിൽ ജീവിക്കുകയാണെങ്കിലേ അതുകൊണ്ട് ജീവിച്ചിട്ട് വെച്ചാൽ മതിയേനു. എന്തിനാണിപ്പോൾ ബുദ്ധി ഇല്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്യും എന്ന് കരുതിയിട്ടിപ്പോൾ പാവല്ലേ ഒന്നുമില്ലെങ്കിൽ ഒരു കുറച്ച് പ്രായമുള്ളൊരു തള്ളയല്ലേ അതിനിപ്പോൾ ഇങ്ങനെ ഇട്ട് ഇടങ്ങാറാക്കണം. ഉമ്മ അവർ ചെയ്യുന്ന കാര്യത്തിലോ യാതൊരു പ്രായത്തിൻ്റെ വ്യത്യാസവും ഇല്ലല്ലോ. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആരൊക്കെ ഇപ്പം എന്താ സത്താറിനൊക്കെ ജയിലിൽ കയറ്റി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് ഉമ്മാക്കറിയില്ലേ? എന്നാൽ നവാസിൻ്റെ കാര്യം ഷാമോൻ്റെ വായിൽ നിന്ന് വീഴാതെ സൂക്ഷിച്ചു. അഥവാ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ ഉമ്മ ആകെ ടെൻഷനാകും. അതുകൊണ്ട് ഉമ്മയെ അറിയിക്കാതെ തന്നെ നിന്നു. എന്നാൽ ഈ സമയം കുഞ്ഞു അതാ വിളിക്കുന്നു. അതാ ഫസീലത്ത് പോയാലും നമുക്ക് ഉമ്മ പറഞ്ഞു മോളെ എന്ന് ഇവിടെ നിന്നോളി. അല്ലുമ്മ പോട്ടെ, ഉമ്മാക്കും ഉപ്പാക്കും ഇനിയിപ്പോൾ രാത്രി എന്താ മോളെ ഇവിടെ എന്തൊരു വീടല്ലേ അല്ലേ, അവിടെ ഇപ്പോൾ വീട് ഇനിയിപ്പോൾ അടിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ പോട്ടമ്മ. കുഞ്ഞുവിൻ്റെ അടുത്ത് വണ്ടിയിൽ കുഞ്ഞോ പോവല്ലടാ. എന്നാൽ ഷമ്മാസ് കുഞ്ഞുവിൻ്റെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു കുഞ്ഞു പോരുന്നില്ല. അതെന്താ പിന്നെ ഞങ്ങളാണോ? കുഞ്ഞുവിൻ്റെ ആൾ ഇവിടെ ഉണ്ടാകുമ്പോൾ കുഞ്ഞു എങ്ങനെ പോരുക? പെട്ടെന്ന് ഫസീലത്ത് എന്താടാ? അപ്പോൾ ഫസീലത്ത് അറിഞ്ഞില്ലേ? എന്ത്? അല്ലേ ഇവിടെ നാത്തും വന്നോന്ന് അറിഞ്ഞില്ലേ? പഠിച്ചോനെ മിസ്സിരിന് ഒരു നോട്ടം ഞാൻ കണ്ടു, അല്ലാതെ ഞാൻ ശരിക്കും സംസാരിക്കാനൊന്നും പോയിട്ടില്ല തിരക്കിൻ്റെ ഇടയിൽ. ആ മിസ്സിരിനല്ലേ ഹിജാബൊക്കെ ഇട്ട് മുഖം ശരിക്കും കണ്ടിട്ടുമില്ലല്ലോ. ഫസീല അകത്തേക്ക് തന്നെ ഓടി. എന്നാൽ ഐഷുമ അല്ല ഫസീല എന്തൊരു മണ്ടലേ മണ്ടണത്? എന്തൊരു മണ്ടല, എനിക്ക് ഓർമ്മല്ലേ തീരെ എൻ്റെ പള്ളിയിലൊരു കുട്ടി ഉണ്ടെന്നുള്ളത്. എന്തോ ഒരു പാച്ചിലാജ് പായണത് നവാസ് കാണേണ്ടത്. എന്താ ഓള് ഉമ്മ ഞാനത് പെട്ടെന്ന് മറക്കും എന്താന്നില്ല മാഞ്ഞാളം കൊഞ്ചൽ. ഉമ്മ മിസ്സിരിനല്ലേ മിസ്സിരി ഞാൻ മേൽക്ക് പറഞ്ഞേച്ചിനെ അവൾ ഒന്ന് ഫ്രഷായി വന്നോട്ടെ ചിട്ട്. എന്നാൽ അതാ മഞ്ഞ ചുരിദാർ അണിഞ്ഞുകൊണ്ട് മിസ്സിരി താഴേക്ക് വരുന്നു. മാഷാ അല്ലാ എന്തൊരു ഭംഗിയാണ് ശരിക്കും ഫസീല. മോളെ മിസ്സിരിയെ ഞാനിടി സത്യം പറഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ എന്നെ ഒരു നോട്ടം കണ്ടു, ഇയാളെ അറിയില്ല പിന്നെയാണ് അറിഞ്ഞത് വന്നിക്കണെന്നൊക്കെ ഉള്ളത്. മിസ്സിരിയെ മോളെ എന്തൊക്കെയുണ്ട്? ക്ഷീണം ഉണ്ടാവില്ലേ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട്? ക്ഷീണം അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ മോളെ, എന്നാൽ താത്ത അങ്ങോട്ട് പോവല്ലേ നമുക്ക്? അത് ഉമ്മ ഉമ്മ എനിക്ക് റൂം മേലെ തന്നിക്കണം, അപ്പോൾ അപ്പം തന്നെ ഞാൻ വരണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. മോളെ മിസ്സിരി അങ്ങോട്ട് പോരടി, അവിടെ ആരുമില്ലല്ലോ, നമ്മളല്ലേ ഉള്ളൂ, വെച്ചാൽ അങ്ങോട്ട് പോര്, നല്ല കുട്ടിയല്ലേ, നല്ല മോളല്ലേ, എന്തടി അങ്ങോട്ട് പോര്. എന്താ ഉമ്മ അല്ല ഇന്ന് ഏതായാലും ഉമ്മ എന്നോട് അവിടെ ഇപ്പം ഇന്ന് തന്നെ പോകുമ്പോൾ ഉമ്മക്കിൽ വിഷമമായല്ലോ, ഞാൻ നാളെ വരാം കേട്ടോ. എന്നാൽ ഈ സമയം കുഞ്ഞു കാത്തു നിൽക്കുന്നു. ഫസീലത്താ നിങ്ങൾ വരുന്നില്ലേ, എത്ര നേരമായി ഉമ്മ ഇപ്പോൾ വണ്ടി കയറിയിരിക്കണേ? എന്നാൽ ഷമ്മാസ് പറഞ്ഞു നാത്തൂനെ കാണാൻ പോയതായിരിക്കും. എന്നാൽ അവൻ ഒരു നിമിഷം എന്താ നീ കാണുന്നില്ലടാ, എന്തുണ്ട് ഷമ്മാസ്ക നിങ്ങൾ എന്നെ നാണിപ്പിക്കലിട്ടോ. എന്നാൽ ഫസീലയോട് സംസാരിച്ചു കൊണ്ട് മിസ്സിരി സിറ്റൗട്ടിൻ്റെ ആ വാതിലിൻ്റെ അരികിലേക്ക് വന്നു. ഒരു നിമിഷം കുഞ്ഞുവിൻ്റെ കണ്ണുകൾ ആ മഞ്ഞ ചുരിദാറിട്ട ആ സുന്ദരി പെണ്ണിൻ്റെ കണ്ണുകളിലേക്ക് ഒന്നുടക്കി. ഒരു നിമിഷം മിസ്സിരിയുടെ വയറൊന്ന് കാളിപ്പോയി, കൈകാലുകൾ കുഴഞ്ഞു പോലെ തോന്നി. പഠിച്ചോനെ കുഞ്ഞുവിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു നാണം. പഠിച്ചോനെ എന്നെക്കൊണ്ട് വിവാഹം ഉറപ്പിക്കാൻ പോകുന്ന ചെക്കനാണല്ലോ എന്നുള്ള ഒരു സന്തോഷം അവളുടെ മുഖത്ത് വിരിഞ്ഞു. എന്നാൽ ഐഷമ്മ പറഞ്ഞു മോളെ മിസ്സിരിയെ ഏതായാലും എന്നെ കാണാൻ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എന്നാൽ അത് കേട്ടപ്പോൾ മിസ്സിരിയുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാത്രമല്ല അവളുടെ മനോഹരമായ നുണക്കുഴികൾ ഒന്നുകൂടി വിടർന്നു. ശരിക്കും എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി. മോളെ മിസ്സിരി ഞാൻ അവളെ കൊണ്ടോട്ടെ തുടങ്ങി ഫസീല. ഇവിടെ നിന്നാ ഓളാണ്ട് കൊണ്ടുപോകും. 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്കും വേണ്ട മിസ്സിൻ്റെ ഒപ്പം നിൽക്കുക, 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നോളും, ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ശരിക്കും ഫസീലയോട് അത് പറഞ്ഞപ്പോൾ ഫസീല ഉമ്മ പ്ലീസ് ഉമ്മ എന്തുമ്മ പ്ലീസ് മോളെ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞാനത് പറഞ്ഞേക്കണ്ട് പോരെ. അല്ല ഫസീല ഇനിയിപ്പോൾ അവിടെ തന്നെ അല്ലേ, ഞങ്ങൾക്ക് ഇവിടേക്ക് കിട്ടൂലല്ലോ, അപ്പോൾ ഞാൻ അവിടെ തന്നെ അല്ലേ കാരം. ഉമ്മ ദുആ ചെയ്യുമ്മ, ഇതിനേക്കാളും നല്ലൊരു കുട്ടീനെ ഇനി കിട്ടാനില്ല അമ്മ. മോളെ ഇൻഷാ അല്ലാഹ് നോക്കിക്കോ. നവാസും ഇങ്ങോട്ട് പറ്റും ഓനോട് വിളിച്ചാൽ ഓനോട് വിളിച്ച് കാണാൻ വേഗം കല്യാണം നടത്തിയിട്ട് പോയിക്കോട്ടോ, ബിസിനസ്സിന് എവിടേക്ക് വെച്ചാൽ ഓനോട് വിളിച്ചോട് ഉമ്മ. എന്തായാലും ഇൻഷാ അല്ലാഹ്
ഉമ്മ ദുആ ചെയ്യട്ടോ മോളെ, നമുക്ക് അതന്നെ മതി കുഞ്ഞൂന്. ഇനി വേറൊന്നിനെ നോക്കണ്ട, അതന്നെ മതിട്ട് നമുക്ക്. ഇനി വേറൊന്നും നോക്കും വേണ്ട പറയും വേണ്ട, കുഞ്ഞൂന് ഓക്കെ അല്ലേ? എടാ കുഞ്ഞോ, ഉമ്മ അതാ വിളിച്ചു. ആ ഉമ്മ, മോനെ മോനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉമ്മ അത് എന്താടാ എനിക്ക് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ? ഹേയ് ഒന്നുമില്ലമ്മ. അവന് ശരിക്കും പറഞ്ഞാൽ നാണമായിരുന്നു. അങ്ങനെ അതാ ഐഷുമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശരിക്കും കുഞ്ഞ് നാണിച്ച് തല താഴ്ത്തി. ഇത്താ പോവും നമുക്ക്. തല താഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. എല്ലാവരും കുഞ്ഞുവിനെ കളിയാക്കുന്ന പോലെ അവനക്ക് തോന്നി. നേരെ അതാ അവൻ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. എല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് വഷളാക്കി അവിടെ. എന്താ മോനെ? ഒന്നുമില്ലമ്മ. പെട്ടെന്ന് ഫസീല വന്നിരുന്നു പറഞ്ഞു. ഉമ്മ അതൊന്നുമല്ലേ, ഇവിടെ വാഫി ഉസ്താദിൻ്റെ പെങ്ങളെ മിസിരി വന്നിക്കണേ, അതിനെ പറ്റി കളിയാക്കിയതാ. ചുരുക്കി പറഞ്ഞാൽ അതാ കുഞ്ഞുവിന് വീട്ടിലെത്തിയപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. മഞ്ഞ ചുരിദാറിട്ട മനോഹരമായ കണ്ണുകളുള്ള ആ നുണക്കുഴി വിരിയുന്ന കവിളുകളുള്ള മിസിരിയെ അവൻ ഓർത്തോർത്തി കിടന്നു ആ രാത്രിയിൽ. അതെ, ഇൻഷാ അല്ലാ പറ്റുമെങ്കിൽ പെട്ടെന്ന് അവൾ സ്വന്തമാക്കണം എന്നുള്ള ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റസിയ എന്ന് പേരുള്ള ഒരു കഥ ഞാൻ പുതിയത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതായത് അതിൽ നമ്മളെ പഴയ കാലത്തെ ഒരു കഥയാണ് ഇട്ടത്. പഴയ കാലത്തെ തുണിയൊക്കെ എടുത്ത് നടക്കുന്ന നമ്മളെ ഉമ്മമാരൊക്കെ വല്യമ്മമാരൊക്കെ പ്രായം ഉണ്ടാവില്ലേ, അന്നത്തെ ഒരു കഥയാണ് ഇട്ടത്. കാച്ചിമുണ്ടും അങ്ങനത്തെ കുപ്പായൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉള്ള അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെയാണ് അതിൽ വരിക. കുറച്ച് പഴയ കഥയാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കുക, നിങ്ങളൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിന് കഥ പറയാം കേട്ടോ. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് എല്ലാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.